ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. വമ്പൻ പ്രഖ്യാപനവുമായി മഹീന്ദ്ര. രാജ്യത്തെ മറ്റ് കാർ കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി പുതുവർഷത്തിൽ വാഹനവില വർദ്ധിപ്പിക്കില്ലെന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അറിയിച്ചു. അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ കാര്യമായ വർധനവുണ്ടായാൽ മാത്രമേ വില കൂട്ടുകയുള്ളൂവെന്നും കമ്പനി വ്യക്തമാക്കി. രാജ്യത്തെ മിക്ക കാർ കമ്പനികളും സാധാരണയായി എല്ലാ വർഷവും ജനുവരിയിൽ പുതിയ വിലകൾ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ ജനപ്രിയ SUV ബ്രാൻഡായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇത്തവണ വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിച്ചത്. അടുത്ത വർഷം, അതായത് 2026 ജനുവരി മുതൽ വാഹനവില വർദ്ധിപ്പിക്കാൻ പദ്ധതിയില്ലെന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വ്യക്തമാക്കി. അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ കാര്യമായ മാറ്റം വന്നില്ലെങ്കിൽ വില വർദ്ധിക്കില്ലെന്ന് കമ്പനി പ്രസ്താവിച്ചു. GSTയിൽ സർക്കാർ അടുത്തിടെ വരുത്തിയ കുറവ് പൊതുജനങ്ങൾക്ക് ഗണ്യമായ ആശ്വാസമാണെന്ന് മഹീന്ദ്രയുടെ ഓട്ടോമോട്ടീവ് ആൻഡ് അഗ്രികൾച്ചറൽ ഡിവിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും സിഇഒയുമായ രാജേഷ് ജജുരിക്കർ പറഞ്ഞു. അതിനാൽ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പോസിറ്റീവ് ഗവൺമെന്റ് സംരംഭത്തെ ദുർബലപ്പെടുത്താൻ കമ്പനി ആഗ്രഹിക്കുന്നില്ലെന്നും ഉൽപാദന ചെലവ് യഥാർത്ഥത്തിൽ വർദ്ധിക്കുമ്പോൾ മാത്രമേ വില വർദ്ധിപ്പിക്കുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റ് അവശ്യഭാഗങ്ങൾ പോലുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില പെട്ടെന്ന് വർദ്ധിച്ചാൽ മാത്രമേ മഹീന്ദ്ര വില കൂട്ടുകയുള്ളൂവെന്നും ഉൽപാദന ചെലവ് സ്ഥിരമായി തുടരുകയാണെങ്കിൽ കമ്പനി വാഹനവിലയും സ്ഥിരമായി നിലനിർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉപഭോക്താക്കളുടെ വിശ്വാസം നിലനിർത്തുകയും ശരിയായ വിലയ്ക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സ്മാർട്ട് ഫോൺ വിപണിയിലെ സാംസങ്ങിന്റെ കുത്തക അവസാനിപ്പിച്ച് 14 വർഷങ്ങൾക്ക് ശേഷം വിപണിയിൽ ഒന്നാമനാവാൻ ആപ്പിൾ. iPhone 17 റെക്കോർഡ് വിൽപ്പനയാണ് ഈ നേട്ടത്തിന് കാരണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആപ്പിൾ പല വിമർശനങ്ങളും നേരിടുന്നുണ്ട്. പുതിയതായി ഒന്നും തന്നെ അവതരിപ്പിക്കുന്നില്ലെന്നും AI രംഗത്ത് പരാജയമാണെന്നുമുള്ള നിരവധി വിമർശനങ്ങൾ അക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇതിനിടെ ആപ്പിളിന് അമ്പരപ്പിക്കുന്ന മുന്നേറ്റമുണ്ടായിരിക്കുകയാണ്. പുതിയതായി പുറത്തിറക്കിയ iPhone 17 സീരീസിന് ലഭിച്ചിരിക്കുന്ന വലിയ സ്വീകാര്യതയാണ് കമ്പനിയെ സ്മാർട്ട് ഫോൺ വിപണിയിൽ മുന്നേറാൻ സഹായിച്ചത്. 2025-ൽ സാംസങ്ങിനേക്കാൾ കൂടുതൽ സ്മാർട്ട് ഫോണുകൾ വിപണിയിലെത്തിക്കാൻ ആപ്പിൾ തയ്യാറെടുക്കുകയാണെന്നാണ് കൗണ്ടർ പോയിന്റ് റിസർച്ച് റിപ്പോർട്ട്. 14 വർഷത്തിനിടെ ആദ്യമായി സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ആപ്പിൾ സാംസങ്ങിനെ മറികടക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. ഈ വർഷം 24.3 കോടി സ്മാർട്ട് ഫോണുകൾ ആപ്പിൾ കയറ്റുമതി ചെയ്തേക്കും. സാംസങ് 23.5 കോടി ഫോണുകൾ കയറ്റുമതി ചെയ്യും. നേരത്തെ ലോകത്തെ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളിൽ ഒന്നാം സ്ഥാനം സാംസങ്ങിനായിരുന്നു. പഴയ ഉപഭോക്താക്കൾ വൻതോതിൽ ഫോണുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതും ഈ നേട്ടത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോവിഡ് കാലത്ത് സ്മാർട്ട് ഫോൺ വാങ്ങിയവർ ഇപ്പോൾ അവ അപ്ഗ്രേഡ് ചെയ്യുന്ന ഘട്ടത്തിലാണെന്ന് കൗണ്ടർ പോയിന്റ് റിസർച്ച് സീനിയർ അനലിസ്റ്റ് യാങ് വാങ് പറഞ്ഞു. iPhone 17, iPhone 17 Pro, iPhone 17 Pro Max എന്നിങ്ങനെ 3 മോഡലുകളാണ് ആപ്പിൾ 17 സീരീസിലുള്ളത്. ഇവയ്ക്കൊപ്പം iPhone Air മോഡലും കമ്പനി പുറത്തിറക്കിയിരുന്നു. പ്രധാന വിപണികളിലെല്ലാം ഈ സീരീസിന് വലിയ സ്വീകാര്യതയുണ്ട്. 2025-ൽ iPhone വിൽപ്പനയിൽ മുൻ വർഷത്തേക്കാൾ 10% വളർച്ചയുണ്ടാകുമെന്നും കൗണ്ടർ പോയിന്റ് റിസർച്ച് പറയുന്നു. ഇത് മൊത്തം സ്മാർട്ട് ഫോൺ വിപണിയിൽ പ്രതീക്ഷിക്കുന്ന 3.3% വളർച്ചയേക്കാൾ കൂടുതലാണ്. 2026-ൽ ആപ്പിൾ അവരുടെ ആദ്യ ഫോൾഡബിൾ iPhone അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ആപ്പിളിന് വിപണിയിൽ നേട്ടമായേക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഡൽഹി NCR പരിധിയിൽ രണ്ടാമത്തെ ആപ്പിൾ സ്റ്റോർ തുറക്കുന്നു. നോയിഡയിലെ DLF മാളിലാണ് ഡിസംബർ 11-ന് ആപ്പിളിന്റെ റീറ്റെയിൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ത്യയിൽ ആപ്പിളിന്റെ അടുത്ത റീറ്റെയിൽ സ്റ്റോർ വരുന്നു. നോയിഡയിലെ DLF മാളിൽ ഡിസംബർ 11-ന് ആപ്പിൾ സ്റ്റോർ തുറക്കുമെന്ന് ആപ്പിൾ വ്യക്തമാക്കി. ഇതോടെ ഡൽഹി നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ ആപ്പിൾ റീറ്റെയിൽ സ്റ്റോറുകളുടെ എണ്ണം 2 ആകും. ന്യൂഡൽഹിയിലെ സാകേതിൽ ഇതിനകം ഒരു ആപ്പിൾ സ്റ്റോർ നിലവിലുണ്ട്. രാജ്യത്ത് ആപ്പിൾ റീറ്റെയിൽ ശൃംഖല വർദ്ധിപ്പിക്കുന്നതിൽ അടുത്ത നാഴികക്കല്ലാണ് നോയിഡയിലെ സ്റ്റോർ. നോയിഡയിലെ ഉപയോക്താക്കൾക്ക് ആപ്പിൾ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ആപ്പിളിന്റെ അവിസ്മരണീയമായ ഷോപ്പിംഗ് നേരിട്ട് അനുഭവിക്കുന്നതിനുമുള്ള അവസരമാണിതെന്നും അധികൃതർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലെ ബംഗളൂരുവിലെ ഹെബ്ബാളിലും പൂനെയിലെ കൊറേഗാവ് പാർക്കിലും പുതിയ ആപ്പിൾ സ്റ്റോറുകൾ തുറന്നിരുന്നു. നോയിഡ സ്റ്റോർ തുറക്കുന്നതിനു മുന്നോടിയായി എക്സ്ക്ലൂസീവ് നോയിഡ വാൾപേപ്പറുകളും നഗരവുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങൾ ഉൾച്ചേർത്ത പുതിയ ആപ്പിൾ മ്യൂസിക് പ്ലേലിസ്റ്റും കമ്പനി അവതരിപ്പിച്ചു. നോയിഡയിലെ പുതിയ ആപ്പിൾ സ്റ്റോറിൽ ഏറ്റവും പുതിയ iPhone 17 ലൈനപ്പ്, M5 കരുത്തുള്ള iPad Pro, MacBook Pro 14 അടക്കമുള്ള ഗാഡ്ജറ്റുകൾ ലഭ്യമായിരിക്കും.
ഇന്ത്യയിൽ ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള ആപ്പിളിന്റെ വലിയ നീക്കത്തിന്റെ ഭാഗമാണ് നോയിഡയിൽ വരാൻ പോകുന്ന ആപ്പിൾ റീറ്റെയിൽ സ്റ്റോറും. മുംബൈയിൽ, ഡൽഹി NCRലും ബംഗളൂരുവിലും പൂനെയിലും സ്റ്റോറുകൾ തുറക്കുമെന്ന് ആപ്പിൾ മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. ബംഗളൂരു, പൂനെ സ്റ്റോറുകൾ ഇതിനകം തുറന്നതിനാൽ ആപ്പിളിന്റെ വിപുലീകരണ പദ്ധതികളിലെ 3ാം സ്റ്റോറാകും നോയിഡയിലേത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.